നല്ല കട്ട റോട്ടിലൂടെ ഓടിച്ച വണ്ടി. പക്ഷേ 100 കൊല്ലം ഓടിച്ചിട്ടും അതിനെന്തായിട്ടില്ല, അതിന്റെ വീലിനോ ടയറിനോ ട്യൂബിനോ ഒന്നും ഒരു കേടും സംഭവിക്കാതെ പഞ്ചറാകാതെ 100 കൊല്ലം അത് പിടിച്ചു നിന്നു, ഓടിച്ചു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ. പക്ഷേ ചില ആളുകൾക്കൊക്കെ ഡ്രൈവർമാരെ മാറ്റണം, ഡ്രൈവർമാർ ശരിയില്ല എന്നുള്ള അഭിപ്രായക്കാരൊക്കെ ചില ആളുകൾ ആധുനിക ലോകത്ത് പലരും ഉണ്ട്. പക്ഷേ ഈ നിലവിലുള്ള ഡ്രൈവർമാരെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരെ കാലം കഴിയുമ്പോൾ വേറെ ഡ്രൈവർമാർ വരും. അതാണ് സമസ്തയുടെ പാരമ്പര്യം. സമസ്തയുടെ പാരമ്പര്യവും ഏതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിലൂടെ തന്നെ ഇൻഷാ അല്ലാഹ് ഇത് ഖിയാമത്ത് നാൾ വരെ നിലകൊള്ളും, നിന്നു പോകും, നടന്നു പോകും. അല്ലാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ. സമസ്തയെ ഒരിക്കലും കൊച്ചാക്കാൻ ആരും നിൽക്കരുത്. കാരണം അത് മഹാന്മാരായ ഔലിയാക്കൾ സ്ഥാപിച്ച സംഘടനയാണ്. ഔലിയാക്കൾ നേതൃത്വം നൽകിയതാണ്. ഞങ്ങൾക്കൊക്കെ പരിചയമുള്ള ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ പോലുള്ള, കോട്ടുമല ഉസ്താദിനെ പോലുള്ള, ശംസുൽ ഉലമയെ പോലുള്ള മഹാരഥന്മാരായ ഉസ്താദുമാർ അവർ നേതൃത്വം നൽകി അവർ വളർത്തിയെടുത്ത ഈ പ്രസ്ഥാനം ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്തു എന്ന് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ജീവിതം നയിച്ച ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് മരണശേഷമാണ് മുറബിയായ മശായിഖ്മാരുടെ കൂട്ടത്തിൽ പ്രഗത്ഭനായിരുന്നു ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ എന്ന് ലോകം മനസ്സിലാക്കിയതെങ്കിൽ അതുപോലത്താണ്. കർമ്മശാസ്ത്ര പടുകൂറ്റന്മാരുടെ കൂട്ടത്തിൽ പ്രധാനിയായിരുന്നു ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ്. അതേപോലെ തന്നെ കെ ഉസ്താദിനെ പോലുള്ള നവറല്ലാഹു മറാഖിദഹും അവരൊക്കെ വളർത്തിയെടുത്ത, അവരൊക്കെ ലാളിച്ച് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇവിടെ നിലനിൽക്കണമെന്ന നിലവാരത്തിൽ തന്നെ നിലനിർത്തി പോകുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ്.